റോഷിനി, നമുക്ക് അടുത്ത മലബാറിലേക്കാണ്. മലബാറിൽ നിന്നുള്ള വാർത്തകൾ ഗൗരവതരമായ വാർത്തകൾ തന്നെയുണ്ട്. VS രഞ്ജിത്താണ് ചേരുന്നത്. ഹലോ രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. കുറെ നാൾക്ക് ശേഷമാണ് നമ്മുടെ മോർണിംഗ് റിപ്പോർട്ടറിൽ ഈ സമയത്ത് രഞ്ജിത്തിനെ കാണുന്നത്. ജീവിതം സഫലമായി. അങ്ങനെ പലരും പറയാറുണ്ട്. ഓക്കെ, നമുക്ക് വാർത്തകളിലേക്ക് കടക്കാല്ലേ. ഈ സ്ത്രീവിരുദ്ധ പ്രസ്താവന ആവർത്തിച്ചിരിക്കുകയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അതിനെ എതിർക്കുന്ന പറയുന്നത്. യാഥാസ്ഥിതികരെന്ന് വിമർശിച്ചാലും ഒരു കുഴപ്പമില്ല, ഇതൊക്കെ തുടരുമെന്ന് പറയുകയാണല്ലേ കാന്തപുരം. എന്താണ് സാഹചര്യം VS രഞ്ജിത്ത്? ഇതെന്താണ്, സ്ഥിരം പരിപാടിയാണല്ലോ? റോഷ്നി, അത് MEC7 വ്യായാമ കൂട്ടായ്മകളുടെ പശ്ചാത്തലത്തിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മാത്രമല്ല AP വിഭാഗം മുഴുവൻ അവരുടെ പത്രത്തിലുമൊക്കെ വിമർശനം ഉണ്ടായിരുന്നു. അവർ MEC7 വ്യായാമ കൂട്ടായ്മയെ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ MEC7 വ്യായാമ കൂട്ടായ്മയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒന്നിച്ചു വരുന്നു, അല്ലെങ്കിൽ രണ്ട് ടീമായിട്ടാണെങ്കിലും പൊതു ഇടത്തിൽ വരുന്നു. സ്ത്രീകൾ പൊതുമധ്യത്തിൽ അവർ വ്യായാമങ്ങൾ ചെയ്യുന്നു. അത്തരത്തിൽ വ്യായാമങ്ങൾ ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്, മതവിരുദ്ധമാണ്, വിശ്വാസങ്ങൾക്കെതിരാണ് എന്നുള്ളതാണ്. അപ്പോൾ ദീനിൻ്റെ സംരക്ഷണത്തിന്, വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് ഞങ്ങളെ കുറച്ച് യാഥാസ്ഥിതികരെന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വിമർശനം തുടരും. ഇത്തരത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ടുള്ള ഒരു വ്യായാമമോ അല്ലെങ്കിൽ ഏത് പദ്ധതിയും ആയിക്കോട്ടെ അതിനെ തുറന്ന് എതിർക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം വേറൊരു പ്രസംഗവേദിയിൽ ഇതിനെ തുറന്ന് എതിർത്തിരുന്നു. സ്ത്രീകൾ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വ്യായാമങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ വൈകിട്ട് കുറ്റ്യാടിയിൽ എന്ന പരിപാടിയിൽ അദ്ദേഹം ഇത് ആവർത്തിച്ചിരിക്കുകയാണ്. മാത്രമല്ല പറയുന്നുണ്ട്, എനിക്ക് ലോകം തിരിയാത്തോണ്ടോ അല്ലെങ്കിൽ ഞാൻ അബദ്ധത്തെ പറഞ്ഞൊന്നുമല്ല, വളരെ ബോധപൂർവം തികഞ്ഞ ബോധ്യത്തോടു കൂടി ഈ ലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ ബോധ്യമുള്ളതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. റോഷ്നി, എന്താണല്ലേ, പ്രേക്ഷകരോട് കൂടി നമ്മൾ ചോദിക്കുകയാണ്, ഈ കാന്തപുരത്തിന്റെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നൊക്കെ കമന്റുകളായി അറിയിക്കൂ കേട്ടോ. അതായത് കാന്തപുരം ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പൊ പ്രേക്ഷകർ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക. ഇനി ഏത് വാർത്തയിലേക്കാണ് വെങ്കി? അതായത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം ഒരുപാട് ദിവസമായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ അതിന് താൽക്കാലിക പരിഹാരം താൽക്കാലിക പരിഹാരം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ KMCL നിന്ന് 50 ദിനം ആവശ്യ മരുന്നുകൾ എത്തിച്ചതോടെ ഈ മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിന് ഒരു താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. ഇന്നോ നാളെയോ 100 ഇനം മരുന്നുകൾ കൂടി എത്തിക്കാനാണ് നീക്കം, അല്ലേ VS രഞ്ജിത്ത്? തീർച്ചയായിട്ടും 50 ഇനം മരുന്നുകളാണ് KMCLന്റെ കൈവശമുള്ള 50 ഇനം മരുന്നുകൾ. അതിൻ്റെ അതേ പട്ടികയിൽ പെട്ടുന്ന KMCLന്റെ കൈവശമുള്ള ഒരു 100ഓളം ഐറ്റംസ് എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് സൂപ്രണ്ടും പ്രിൻസിപ്പളും ഒക്കെ അറിയിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് 90 കോടി രൂപയാണ് വിവിധ കമ്പനികൾക്ക് മെഡിക്കൽ കോളേജ് കൊടുക്കാനുള്ളത്. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ കാര്യം മാത്രം അവസ്ഥയല്ല കേട്ടോ, കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകൾക്കും ഈ പ്രശ്നമുണ്ട്. ഈ 90 കോടി രൂപയിൽ ഒരു 5 പൈസ കൊടുത്ത് ഇത് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമായിട്ടില്ല. നമ്മൾ വിചാരിക്കും പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പ്രതിസന്ധിക്ക് പരിഹാരമായി എന്നുള്ളതാണ്. അങ്ങനെയല്ല. KMCLന്റെ കൈവശമുള്ള, കേരള മെഡിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ കൈവശമുള്ള മരുന്നുകളിൽ ഒരു 50 ഇനം മരുന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. 100ഓളം വരെ മരുന്നുകൾ എത്തിക്കും. പക്ഷേ നമുക്കറിയാം, ഈ സ്പെഷ്യാലിറ്റി മെഡിസിൻസിൻ്റെ കാര്യത്തിൽ മെഡിക്കൽ കോളേജിൽ വരുന്ന വിദഗ്ധ രോഗങ്ങൾ, ഡയാലിസിസ് ഉൾപ്പെടെ ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ ഒക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ മരുന്നുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന KMCLന്റെ കയ്യിൽ കിട്ടുന്ന മരുന്നുകളായിരിക്കുന്നില്ല. അതുകൊണ്ടാണ് സ്വകാര്യ കമ്പനികളെ മെഡിക്കൽ കോളേജ് പല ഘട്ടങ്ങളിൽ ആശ്രയിക്കുന്നത്. ആ കമ്പനികളിൽ നിന്ന് വരുന്ന മരുന്നുകൾ അവൈലബിൾ ആവണമെങ്കിൽ പ്രശ്നപരിഹാരമാണ് ആവശ്യം. 90 കോടി രൂപയിൽ ഒക്ടോബർ വരെയുള്ള കുടിശ്ശികയെങ്കിലും കൊടുത്തു തീർത്താലേ മരുന്ന് വിതരണം അവർ പുനരാരംഭിക്കുകയുള്ളൂ. ആ മരുന്ന് വിതരണം പുനരാരംഭിച്ചിട്ടില്ല. ഇന്ന് യൂത്ത് കോൺഗ്രസ് വലിയൊരു സമരവുമായി പ്രിൻസിപ്പൽ ഓഫീസ് ഉപരോധിക്കുന്ന അടക്കമുള്ള കാര്യപരിപാടിയിൽ പോകുന്നു. കഴിഞ്ഞ ദിവസം MK രാഘവൻ MP വലിയ ഉപവാസ സമരം, ഒരു ദിവസം മുഴുവൻ അദ്ദേഹം ഉപവസിച്ചിരുന്നു. അപ്പോൾ വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും തുടരുന്നു. അതിനിടയ്ക്ക് ഈ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമാണ് KMCLന്റെ ഭാഗത്തുനിന്ന് 50 ഇനം മരുന്നുകൾ ഇന്ന് എത്തുന്നു എന്നുള്ളത്. ശരി, എന്തായാലും പരിഹാരമാവട്ടെ. രോഗികൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത്. മറ്റൊന്ന്, ഈ താമരശ്ശേരിയിൽ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ടുവന്ന ആ ഒരു വാർത്ത, മകൻ അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുമല്ലേ. റിമാൻഡിൽ കഴിയുന്ന ആഷിഖിനെ തെളിവെടുപ്പിനെത്തിക്കും. എന്തൊക്കെയാണ് പോലീസിന്റെ നീക്കം?
റോഷ്നി, ഇതിൽ വ്യക്തമായ തെളിവുകളൊക്കെ പോലീസിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം മകന് അമ്മയോടുള്ള വൈരാഗ്യത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഈ മകൻ ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു. മാത്രമല്ല ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു, സ്വത്തുക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു, ഇവരുടെ പേരിലുള്ള ഭൂമി എഴുതിത്തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അതൊന്നും അമ്മ അനുവദിക്കാത്തതുകൊണ്ട് അമ്മയോട് നേരത്തെ തന്നെ വൈരാഗ്യമുണ്ട്. മാത്രമല്ല സുഹൃത്തുക്കളോടും ഏറ്റവും അടുത്ത ആളുകളോടൊക്കെ അമ്മയെ ഞാൻ കൊല്ലും എന്ന് മകൻ ആഷിഖ് പറഞ്ഞിരുന്നു. അപ്പോൾ സുബൈദ സ്വാഭാവികമായിട്ടും ഈ ഒരു ആക്രമണം മകന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് കടന്നുറങ്ങുകയായിരുന്നു ആ വീട്ടിൽ. അപ്പോഴാണ് പെട്ടെന്ന് അക്രമാസക്തനായി ഇത്തരത്തിൽ തൊട്ട അയൽവാസിയുടെ കയ്യിൽ നിന്ന് കത്തിയുമായി എത്തി മകൻ സ്വന്തം അമ്മയെ വെട്ടുന്നത്. അത് ഒരു ദേഷ്യത്തിൻ്റെ മുകളിൽ വെട്ടുകയല്ല, മരിക്കുന്നത് വരെ 2, 3, 4 തവണ ആവർത്തിച്ച് വെട്ടി മരണം ഉറപ്പാക്കുന്നുണ്ട് ഈ മകൻ. അതിനുശേഷം കത്തി കഴുകി അവിടെ വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ബോധപൂർവമായി നടന്ന ശ്രമമാണ്. പക്ഷേ ഈ അമ്മയോടുള്ള വൈരാഗ്യത്തിൻ്റെ കാരണമൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്താൻ വേണ്ടിയാണ് കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്നത്. കസ്റ്റഡിയിൽ വിടും എന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും ഈ കുട്ടിയെ സംബന്ധിച്ച് +2 വരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയ കുട്ടിയാണ്. കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നഗരത്തിലൊരു കോളേജിലെത്തുകയും അവിടെ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ലഹരി ഉപയോഗം തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഈ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. +2 വിദ്യാഭ്യാസ കാലത്തൊക്കെയുള്ള ഈ ആഷിഖിൻ്റെ ഫോട്ടോ നമ്മൾ കാണുന്നുണ്ട്. വളരെ ഓമനത്വമുള്ളൊരു ഫോട്ടോയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്ന സമയത്തൊക്കെ അവൻ്റെ മുഖഭാവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു ക്രിമിനലിൻ്റെ മുഖഭാവത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മാറ്റം അതും ലഹരി ഉണ്ടാക്കുന്ന മാറ്റമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ശരി, വി എസ് രഞ്ജിത്ത്, എന്തായാലും നിരവധി വാർത്തകൾ വി എസ് രഞ്ജിത്ത് ഇന്ന് പങ്കുവച്ചു.